നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ചു. എനിക്കിത് കണ്ടപ്പോ എന്റെ മനസ്സിൽ ആദ്യം വന്ന ഒരു സീൻ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ MP BJP നേതാവായ സുരേഷ് ഗോപി. ഈ ഒരു സുരേഷ് ഗോപിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും കേരളത്തിൽ കൂടുതൽ ഉണ്ടാവും. പക്ഷെ ഒരു കാലത്ത് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു സുരേഷ് ഗോപി നമുക്കുണ്ടായിരുന്നു. ഒരു ഷോയ്ക്ക് വേണ്ടി സൂറിക്കിൽ പോയിട്ട് അവിടെ ബീഫും പോർക്കും മാത്രമേ ഉള്ളൂ. പോർക്ക് തുടർന്ന് പ്രശ്നമില്ല, ബീഫ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇലകളൊക്കെ കഴിക്കേണ്ടി വരും. അത് എന്റെ ടേസ്റ്റ് ബഡ്സ് ചിലപ്പോ എനിക്ക് കർമ്മത്തെ അടിയ തരുന്നത്. ബീഫ് 4 ദിവസം കഴിച്ചതിന്റെ ഒരു ആരോണാണ്. അന്ന് ആ ഒരു സുരേഷ് ഗോപിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. കാരണം അദ്ദേഹം ആ ഒരു ടൈം മതത്തെക്കുറിച്ച് സംസാരിക്കാറില്ല, ജാതിയെക്കുറിച്ച് സംസാരിക്കാറില്ല. എന്തിന്? ബീഫും കഴിക്കും, എല്ലാവരെയും നല്ല രീതിയിൽ പെരുമാറും. അതേപോലെ തന്നെ കുറെ ആൾക്കാർക്ക് അവരുടെ കാസ്റ്റ് എന്താണോ ജാതി എന്താണോ അതൊന്നും നോക്കാതെ തന്നെ സഹായിച്ച ഒരു സുരേഷ് ഗോപി ആയിരുന്നു. പക്ഷെ എന്ന് അദ്ദേഹം ആ ഒരു പാർട്ടിയിലേക്ക് മാറിയോ അന്ന് തൊട്ട് നമ്മുടെ ആ ഒരു മനുഷ്യത്വം നിറഞ്ഞ സുരേഷ് ഗോപി അവിടെ ഇല്ലാണ്ടായി. പിന്നീട് ഉണ്ടായത് നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു സുരേഷ് ഗോപിയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ആരും കഴിക്കാറില്ല. അടുത്ത ജന്മത്തിൽ കൂണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. സൗകര്യമല്ല പറയാൻ. അന്ന് തൊട്ട് മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിന് പകരം ഓരോ ജാതി വെച്ച് കാണാൻ തുടങ്ങി. ഓരോ ജാതി, ഈ ജാതിയിൽ എനിക്ക് ജനിക്കണം, ആ ജാതിയിൽ എനിക്ക് ജനിക്കണം, അതിനോട് എനിക്ക് അസൂയാണ് എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങി. ഓരോ ആൾക്കാരോട് പെരുമാറുന്ന രീതി മാറി. എന്തിന്? തിന്ന ബീഫിന്റെ കണക്ക് വരെ മറന്നുപോയി. പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ കളിയാക്കിയാലും ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നമ്മൾ ഈ പണ്ട്, അതായത് ഈ ഒരു പാർട്ടിയിലേക്ക് വരുന്നതിന് മുന്നേ ആ ഒരു വ്യക്തിനെ ഇഷ്ടപ്പെടാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും.